ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു പുതിയ മൂവിയിലെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നൊരു പടം ഇറങ്ങിയായിരുന്നു, ബാലൻ. അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്ന റിവ്യൂ വീഡിയോ എന്ന് പറഞ്ഞാൽ ബാലൻ എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ആ പടം ഇറങ്ങിയിട്ടുണ്ട്. ജൂൺ 19 റിലീസ്. തകർത്തിട്ടുണ്ട് പടം, ഒരു രക്ഷയില്ല. അപ്പോൾ അതിന്നാണ് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് റിവ്യൂവും കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ കണ്ടിട്ട് വന്നിരിക്കുന്നതേ ഉള്ളൂ. മോനെ, പടം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിയാണ്, ഒന്നും പറയാനൊന്നുമില്ല. അതിന് മുന്നേ അത് പടത്തിനെ പറ്റി പറയാൻ മുന്നേ ഞാൻ പറയട്ടെ, നമ്മൾ ഇതിൽ ടൊവിനോ തോമസ് ഉണ്ട്, പിന്നെ ചിദംബരമാണ് ഇതിൻ്റെ ഡയറക്ടർ. ജിത്തു മാധവൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ആവേശം, പിന്നെ ആവേശവും നമ്മൾ അതിന് മുന്നേ അറിയാം രോമാഞ്ചം, അതിൻ്റെയൊക്കെ മോനെ പടം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ഇതൊക്കെയാണ് അതിൽ. പിന്നെ മെയിനായിട്ട് പറയാനാണെങ്കിൽ മോനെ, ഇനി നമുക്ക് അതിൻ്റെ ഇതിലെത്താം. ഒരു രക്ഷയില്ലാത്ത പടം തന്നെയാണ്, ഒന്നും പറയാനില്ല. അയ്യോ എന്താ പടം! ഫർസാന എന്ന് പറഞ്ഞ ഒരാളാണ് അഭിനയിച്ചിരിക്കുന്നത്. മോനെ, അമ്മയായിട്ട് അഭിനയിച്ച മോനുണ്ട്, ഒരു ചെറുക്കൻ. എൻ്റെ മോനെ അതിൻ്റെ കഥയാണ്. അയ്യോ, പീക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ പീക്ക് ലെവൽ, ഒന്നും പറയാനില്ല. തകർത്ത പടം എന്ന് പറഞ്ഞാൽ തകർത്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഇഷ്ടമായി, ഒന്നും പറയാനില്ല. അയ്യോ, ഇത്രയും രീതിയിൽ എടുത്ത് വെക്കണമെങ്കിൽ ആ പടം എങ്ങനെയായിരിക്കും മോനെ! ഓരോന്നാവട്ട് അതേ രീതിയിലാണ് എടുത്തു വച്ചിരിക്കുന്നത്, അത്രയ്ക്ക് പെർഫെക്ഷൻ. നമ്മളെ ട്രെയിലറിൽ കണ്ടല്ലോ, ട്രെയിലർ തന്നെ മികച്ചു നിന്നതാണ്. ഇതും ഇത് പറഞ്ഞായിരുന്നു ഇതിന് മുന്നേ കണ്ട ഇൻസൈഡ് വേറെ ആൾക്കാരൊക്കെ കണ്ട് ഇത് പറഞ്ഞതും അടിപൊളി പടമാണ്, ഒരു ഔട്ട് നല്ല രീതിയിലാണ് വന്നിരിക്കുന്നതെന്ന് എല്ലാം പറഞ്ഞു. ഒരു രക്ഷയില്ലാത്ത പടം, ഒന്നും പറയാനില്ല. ക്ലാസ്, ഒരു രക്ഷയില്ല. അത്ര അടിപൊളിയായിട്ട് എടുത്തു വച്ചിരിക്കുന്നു, ഒരു രക്ഷയില്ലാത്ത പടം. പിന്നെ പറയാനാണെങ്കിൽ ഇതിൽ മെയിനായിട്ടുള്ള നമ്മളെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, മോനെ സുഷിൻ ശ്യാം കത്തിച്ച്. ഇതങ്ങനത്തെ ഒരു ഇതല്ലെങ്കിൽ പോലും എടുത്ത രീതി, ഓരോ മ്യൂസിക്കും കാര്യങ്ങളും, പിന്നെ സിനിമറ്റോഗ്രാഫി ഷൈജു കാലിദ, അങ്ങനെ എന്തോ പറഞ്ഞ ആളാണ്. അപ്പം എല്ലാം മോനെ ഒന്നിനൊന്നിനും മിച്ചം. ഇങ്ങനെ പടം എടുത്തു വയ്ക്കുമോ എൻ്റെ മോനെ! ഇങ്ങനെയും പടം എടുക്കാനുള്ള നമുക്ക് മലയാളികളെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാം, അത്ര രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിദംബരം മോനെ ഡയറക്ഷൻ പീക്ക് എന്ന് വെച്ചാൽ ഓരോ ഫ്രെയിം ഉണ്ടല്ലോ, ഫ്രെയിമൊക്കെ നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല, അങ്ങനത്തെ രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് മികച്ചത്, ഒന്നും പറയാനില്ല. ഈ പടത്തിൽ ഒന്നും നെഗറ്റീവില്ല, എനിക്കൊരു നെഗറ്റീവും ഇല്ല. എനിക്കത് ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ പോയി കാണും, ഒന്ന് കണ്ടാലും തീരുവില്ലെന്ന് തോന്നുന്നു, അത്രയ്ക്ക് അടിപൊളി പടം. ഇപ്രാവശ്യം ഒന്നും ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല. പിന്നെ ചെറുക്കൻ ആദിദേശന അങ്ങനെ എന്തോ ആണ് ചെറുക്കൻ്റെ പേര്, ഇതിൽ അഭിനയിച്ച പിന്നെ ഇതിൽ അഭിനയിച്ച നടിയുടെ പേര് ഫർസാന വള്ളത്തിങ്കൽ, അങ്ങനെ എന്തോ ആണ്. അപ്പം അത് നിങ്ങൾ ആലോചിക്കണം, അത് അത്രയും പീക്കായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് വരാം. മോൻ്റെ അഭിനയം മോനെ പീക്കാണ്, ഒന്നും പറയാനില്ല. അത്ര അടിപൊളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ അത് കൊടുത്ത റോള് അടിപൊളിയായിട്ട് ആ ചെറുക്കൻ ചെയ്തിട്ടുണ്ട്. കൊച്ചു ചെറുക്കനെ അവൻ ചെയ്തു വെച്ചിരിക്കണം, നോക്ക് മോനെ, പീക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു സൂപ്പർ പടം ഇപ്പോഴൊന്നും ഇറങ്ങാൻ, ഇനി അത് കാണണം, നിങ്ങളെല്ലാവരും പോയി മസ്റ്റ് വാച്ച് തന്നെയാണ്. പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ നടീര മോനെ എന്താ അഭിനയം! ഇതൊക്കെ മോനെ പൊളിച്ച്. ഫസ്റ്റ് ഹാഫ് തൂക്കിക്കൊണ്ടുപോയി. പക്ഷെ എന്ന് വെച്ചാൽ പുള്ളിക്കാരിയാണ് അടിപൊളിയായിട്ട് കൊണ്ടുപോയത് ഫസ്റ്റ് ഹാഫ്. പിന്നെ എല്ലാം കൊണ്ട് നോക്കണമെങ്കിൽ മികച്ചതാണ്, ഒന്നും പറയാനൊന്നുമില്ല. ഈ സൈഡിലെ എല്ലാം സിനിമയിലെ ആൾക്കാരെല്ലാം സൈഡിലുള്ള വർക്ക് ചെയ്ത എല്ലാവർക്കും ഒരു ഹാൻഡ്സ് ഓഫ് തന്നെ കൊടുക്കണം, അത്ര രീതിയിൽ മികച്ച രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ പിന്നെ എടുത്ത് പറയേണ്ടതാണെങ്കിൽ ഇതിൻ്റെ നമ്മളെ ടൊവിനോ ഉണ്ട്. ടൊവിനോ അഭിനയം തന്നെ പീക്ക് അഭിനയം. കുറച്ചുണ്ടെങ്കിലും ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയില്ലേ, ടൊവിനോ നമുക്ക് ടീസറിലും ട്രെയിലറിലൊക്കെ ഇത്തിരി കാണിച്ചതേ, ട്രെയിലറിലാണെന്ന് തോന്നുന്നു, ഇത്തിരി കാണിച്ചിട്ടങ്ങ് പോയി, മനസ്സിലായ. ഇത് മോനെ വിഷയം അഭിനയം, വേറൊരു ടൊവിനോ നമുക്ക് കാണാം. എന്തായാലും പൊളിച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. പിന്നെ ഇതിൽ ബീന ആൻ്റണി ഉണ്ട്, അതും തകർത്തിട്ടുണ്ട്.
പിന്നെ ഗിരീഷ് ഏടി വന്നിട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത പടം തന്നെ. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല. പെർഫോമൻസ് വൈസ് എല്ലാവരും മികച്ചതാണ്, ഒന്നും പറയാനില്ല. തകർത്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പടം. ഒരു രക്ഷയില്ല. ടൊവിനോയൊക്കെ വേറെ ലെവലാണ്. എനിക്ക് നല്ല പേഴ്സണലി ഇഷ്ടമായി. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മളെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ നല്ല ത്രില്ലർ എലമെൻ്റാണ്. ഫസ്റ്റ് ഹാഫ് ത്രില്ലിങ്ങിന് കൊണ്ടുപോയിട്ട് നൈസാக അങ്ങ് സാഡാക്കി കളയും. സെക്കൻഡ് ഹാഫ് അങ്ങ് സാഡാക്കി ഇമോഷണലാക്കി അങ്ങ് എൻ്റെ ആകും. അത് പക്ഷേ വേറെ ലെവലിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇങ്ങനെയൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. അത്ര തകർത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. നിങ്ങൾക്കും എന്തായാലും ഇഷ്ടമാവും. മസ്റ്റായിട്ട് ടിക്കറ്റ് എടുത്തോ. പൈസ എന്തായാലും വെർത്താണ്, ഒന്നും പറയാനില്ല. മോനെ അങ്ങനത്തെ രീതിയിൽ ചെയ്തു വയ്ക്കണം. ഇതൊക്കെയാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല, അത്ര അടിപൊളിയാണ്. പീക്ക് ഡയറക്ടർ, ഒന്നും പറയാനില്ല. മഞ്ഞുമൽ ബോയ്സ് എല്ലാം നമുക്കറിയാം. ഒരു രക്ഷയില്ല, തകർത്ത്, ഒന്നും പറയാനില്ല. എനിക്കെന്തായാലും നല്ല രീതിയിൽ ഇഷ്ടമായി, വർക്കായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും. എനിക്ക് ഫുൾ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് നല്ല രീതിയിൽ ഹാപ്പിയാണ്. ഒരു നല്ല സിനിമ കിട്ടി, അതുകൊണ്ട് ഞാൻ ഇന്ന് ഹാപ്പിയാണ്. ഇനി നിങ്ങൾ പോയി കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും. ഞാൻ എൻ്റെ റേറ്റിങ്ങിലോട്ട് കിടക്കുകയാണ്. ഈ സിനിമയ്ക്ക് എനിക്കൊന്നും പറയാനില്ല, 10ൽ 10 തന്നെ കൊടുക്കണം. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ്. 10 ഔട്ട് ഓഫ് 10, ഒന്നിനും പറയാനില്ല. നിങ്ങൾ പോയി കണ്ടിട്ട് പറയും. എന്തായാലും തകർത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത പടം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചാൽ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.